ഹലോ ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയർസിൻ്റെ കേസിൽ എന്തായിരുന്നു കമ്പനി എന്നുള്ളതും അതുപോലെ തന്നെ ഏതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും വരുന്ന ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്നുള്ളതുമായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ റിസർവ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ റിസർവ്. നമ്മൾ കഴിഞ്ഞ കേസിൽ ടൈപ്സ് അല്ലെങ്കിൽ കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ പറഞ്ഞ സമയത്ത് ലാസ്റ്റ് പറഞ്ഞ റൈറ്റ് ആയിരുന്നു റിസർവ് ക്യാപിറ്റൽ എന്നുള്ളത്. എന്തായിരുന്നു റിസർവ് ക്യാപിറ്റൽ എന്നുള്ളത്? നമുക്കറിയാം, ആ ഒരു കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓതറൈസ്ഡ് ക്യാപിറ്റൽ 10 ലാക്ക്, അതിൽ ഇഷ്യൂ ചെയ്തത് പബ്ലിക്കിലോട്ട് ഇഷ്യൂ ചെയ്തത് 8 ലാക്ക്, അതുപോലെ തന്നെ പബ്ലിക് അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് 6 ലാക്ക്, അതിൽ കമ്പനി വിളിച്ചത് കോൾഡ് അപ്പ് ചെയ്തത് 7 രൂപക്ക് 60,000 ഷെയർ 4,20,000. അതിൽ കമ്പനി വിളിക്കാത്ത എത്ര ഉണ്ട്? 3 രൂപ വിളിച്ചിട്ടില്ല. 60,000 ഷെയർ 3 രൂപക്ക് എന്ത് ചെയ്തിട്ടില്ല? വിളിച്ചിട്ടില്ല. 1,80,000. ആ ഒരു അൺകോൾഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ ഭാഗമായിട്ട് വരുന്ന എമൗണ്ട് ആകുന്നു ഇവിടെ റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആ ഒരു അൺകോൾഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ ഭാഗമായിട്ട് വരുന്ന എമൗണ്ട് ആകുന്നു റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് ഡിഫറൻസ് എന്തായിരിക്കും? ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ. അതായത് അൺകോൾഡ് ക്യാപിറ്റലിൽ നിന്നാണ് എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? ഈ ഒരു റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ഇനി ക്യാപിറ്റൽ റിസർവ് ആണെങ്കിൽ എന്താണ്? ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നാണ്. ഈ ഡിഫറൻസ് പഠിച്ചു വെക്കാനുണ്ടോ? കാരണം എക്സാമിനൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയാണ്. 5 മാർക്കിനൊക്കെ എന്താ ചിലപ്പോൾ തിയറി ആയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ വാട്ട് മീൻ ബൈ ക്യാപിറ്റൽ റിസർവ് 2 മാർക്കിന് ചോദിക്കുക, വാട്ട് മീൻ ബൈ റിസർവ് ക്യാപിറ്റൽ 2 മാർക്കിന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫീച്ചേഴ്സാണ് എഴുതി വെച്ചാൽ മതി. അത് തന്നെയാണ് അതിൻ്റെ ആൻസർ. ഇപ്പോൾ 2 മാർക്കിന് ചോദിച്ചാൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക്? ഇത് എഴുതാം. 5 മാർക്ക് ചോദിച്ചാൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക്? ഇത് എഴുതാം. അപ്പോൾ ഇത് തന്നെ പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കാൻ പോകണ്ട. അപ്പം റിസർവ് ക്യാപിറ്റൽ, വാട്ട് മീൻ ബൈ റിസർവ് ക്യാപിറ്റൽ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് അൺകോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ കമ്പനി. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. ഈ പോയിന്റ്സ് എഴുതി വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അതിന് ആൻസർ ചെയ്താൽ കഴിയും. 2 മാർക്കിനായാലും അതുപോലെ തന്നെ 5 മാർക്കിനായാലും ഡിഫറൻസ് ആയിട്ട് എന്ത് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ത്? ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിസർവ് ക്യാപിറ്റൽ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? ഈ ഒരു റിസർവ് ക്യാപിറ്റൽ ഡിസ്ക്ലോസ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് ഷോൺ ഓൺ ദി ലാബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഇവിടെ ക്യാപിറ്റൽ റിസർവ് എന്ത് ചെയ്യും? കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ എന്ത് ചെയ്യും? ക്യാപിറ്റൽ റിസർവ് കാണിക്കാറുണ്ട്. പക്ഷേ ഇതെന്ത് ചെയ്യില്ല? റിസർവ് ക്യാപിറ്റൽ പറഞ്ഞുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല? കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കില്ല. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. കാരണം എന്താണ്? അവിടെ വൈൻഡിങ് അപ്പിൽ മാത്രമേ, ആ കമ്പനി അവസാനിക്കുന്ന ടൈമിൽ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? ഇത്തരം റിസർവ് ക്യാപിറ്റൽ യൂസ് ചെയ്യപ്പെടുള്ളൂ. ബട്ട് ഇൻ കേസ് ഓഫ് ക്യാപിറ്റൽ റിസർവ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ദ കമ്പനി. അതായത് ക്യാപിറ്റൽ റിസർവ് ആണെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു കമ്പനിയുടെ ഏത് ടൈമിലും എന്ത് ചെയ്യാം? ആ കമ്പനി പ്രവർത്തിക്കുന്ന ഏത് ടൈമിലും അവിടെ ക്യാപിറ്റൽ റിസർവ് യൂസ് ചെയ്യപ്പെടാം. അപ്പോൾ അതൊരു ഡിഫറൻസ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ മറ്റൊരു ഡിഫറൻസ് ആണ്, ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ടു ക്രിയേറ്റ് റിസർവ് ക്യാപിറ്റൽ. ഒരിക്കലും റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് എന്തല്ല? ഒരു നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല കമ്പനിയുടെ കേസിൽ. ബട്ട് ഇൻ കേസ് ഓഫ് ക്യാപിറ്റൽ റിസർവ് ഇറ്റ് ഈസ് കമ്പൽസറി ടു ക്രിയേറ്റ് ക്യാപിറ്റൽ റിസർവ്. എന്താണ്? ക്യാപിറ്റൽ റിസർവ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് കമ്പനിയുടെ കേസിൽ നിർബന്ധമായിട്ടും വരുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഈസ് റിക്വയർഡ് ടു ക്രിയേറ്റ് റിസർവ് ക്യാപിറ്റൽ. റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കപ്പെടേണ്ടതുണ്ട്. അതായത് 3-ൽ 2 ഭാഗം എന്ത് ചെയ്യണം? മെജോറിറ്റി വോട്ടിംഗ് റേറ്റ് ഉണ്ടായിരിക്കണം. അതായത് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ 3-ൽ 2 ഭാഗം എന്ത് ചെയ്യണം? അവർ അംഗീകരിക്കണം എന്ന് റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്താൽ മാത്രമേ ഇവിടെ റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ ഇവിടെ ക്യാപിറ്റൽ റിസർവിൻ്റെ കേസിൽ നോ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഈസ് റിക്വയർഡ് ഫോർ ക്രിയേറ്റ് ക്യാപിറ്റൽ റിസർവ്. അത് കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്. അതിന് 3/2 അല്ല 3-ൽ 2 മെജോറിറ്റി ഉണ്ടാവണമെന്നും ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ? നിർബന്ധമായിട്ട് അവിടെ അത്തരം സ്പെഷ്യൽ റെസൊല്യൂഷൻസ് ഒന്നും ഈ ഒരു ക്യാപിറ്റൽ റിസർവിൻ്റെ കേസിൽ വരുന്നില്ല. അപ്പോൾ ഇത്രയാവുന്നു ഈ ഒരു റിസർവ് ക്യാപിറ്റലും അതുപോലെ തന്നെ ക്യാപിറ്റൽ റിസർവും തമ്മിലുള്ള വ്യത്യാസം. ശ്രദ്ധിക്കേണ്ട പോയിന്റ്, റിസർവ് ക്യാപിറ്റൽ അൺകോൾഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ക്യാപിറ്റൽ റിസർവ് ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അങ്ങനെ തന്നെ പഠിച്ചു നോക്കുക. ക്യാപിറ്റൽ റിസർവ് ക്യാപിറ്റൽ പ്രോഫിറ്റ്, ക്യാപിറ്റൽ റിസർവ് ക്യാപിറ്റൽ പ്രോഫിറ്റ്, ക്യാപിറ്റൽ റിസർവ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. അങ്ങനെ തന്നെ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. റിസർവ് ക്യാപിറ്റൽ അൺകോൾഡ് ക്യാപിറ്റൽ, റിസർവ് ക്യാപിറ്റൽ അൺകോൾഡ് ക്യാപിറ്റൽ, അങ്ങനെ എന്ത് ചെയ്യുക? അത് മനസ്സിലാക്കി വെക്കണം. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഷെയർസ്. പ്രധാനമായിട്ട് ഷെയർസിൻ്റെ ടൈപ്സ് പറയുമ്പോൾ
പ്രിഫറൻസ് ഷെയർസും അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർസും ആണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ ടൈപ്സ് ഓഫ് ഷെയർസിൽ ഫസ്റ്റ് വൺ വരുന്നത്, പിന്നെ അതർ ടൈപ്സ് ഒക്കെ വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും പ്രധാനമായിട്ട് മെയിനായിട്ട് വരുന്ന ടൈപ്സ് എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർസും അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർസും. അപ്പോൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പോൾ എന്താ നോക്കാം. പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് വിച്ച് ക്യാരി എ പ്രിഫറൻഷ്യൽ റൈറ്റ് ഓവർ ഇക്വിറ്റി ഷെയർസ് ആസ് റിഗാർഡ്സ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻസ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻ ദ ഈവൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പ്. അതായത് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പോൾ എന്താണ്, അവർക്ക് ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഡിവിഡൻറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഷെയർ ഹോൾഡേഴ്സിന് ഉള്ള പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ അവർക്കുള്ള റിട്ടേൺ ആണ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പ്രിഫറൻസ് ഷെയർസ് ഹോൾഡേഴ്സിന് എന്താ സാധാരണയായിട്ട് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആയിട്ടാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആണ് കിട്ടുക. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കിട്ടുന്നത് ഇൻട്രസ്റ്റ് ആണ് അവരുടെ റിട്ടേൺ എന്ന് പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഡിവിഡൻഡ് കിട്ടുക ഈ ഒരു കേസിൽ ആർക്കായിരിക്കും, ഇക്വിറ്റി ഷെയർസിനേക്കാളും മുമ്പ് ആർക്ക് കിട്ടും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ് ഈ ഒരു ഡിവിഡൻഡ് കിട്ടുന്നത്. കാരണം അവർക്കൊരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഓണേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനൊക്കെ തിരിച്ചു നൽകിയതിന് ശേഷം ബാക്കി എത്രയാണ് പ്രോഫിറ്റ് ഉള്ളത് അതിൻ്റെ റേറ്റിൽ എന്ത് ചെയ്യും, അവർക്ക് ഡിവിഡൻഡ് കിട്ടും. അപ്പം അങ്ങനെ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കേസിലും അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റിൻ്റെ കേസിലൊക്കെ ഇവർക്ക് എന്തുണ്ട്, ഒരു പ്രിഫറൻഷ്യൽ റൈറ്റിന് ഒരു പ്രിഫറൻസ് ഉണ്ട്, ഒരു മുൻഗണന ഉണ്ട്. അതാണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പം പ്രിഫറൻസ് ഷെയർസ് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ദീസ് ആർ ദോസ് വിച്ച് ക്യാരി എ പ്രിഫറൻഷ്യൽ റൈറ്റ് ഓവർ ഇക്വിറ്റി ഷെയർസ്. അതായത് ഇക്വിറ്റി ഷെയർസിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ആർക്കുണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ട്, ആസ് റിഗാർഡ്സ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻസ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻ ദ ഈവൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പ്. അതായത് ഡിവിഡൻഡ് നൽകുന്നതിലും അതുപോലെ തന്നെ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കേസിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇക്വിറ്റി ഷെയർസിനേക്കാളും ഒരു മുൻഗണന ആർക്കുണ്ട്, പ്രിഫറൻസ് ഷെയർസിനുണ്ട്. അതുകൊണ്ടാണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് പ്രിഫറൻസ് ഷെയർസിൻ്റെ ടൈപ്സ് നോക്കാം. പ്രിഫറൻസ് ഷെയർസിൻ്റെ ടൈപ്സ് പറയുമ്പോൾ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ഇവിടെ കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പോൾ ഇൻ ദിസ് കേസ് ഓഫ് കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ദ അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് ഇഫ് എനി ആർ ക്യാരീഡ് ഫോർവേഡ് ആൻഡ് പെയ്ഡ് ഔട്ട് ഓഫ് ദി പ്രോഫിറ്റ്സ് ഓഫ് ദ സബ്സീക്വൻറ്റ് ഇയേഴ്സ്. ഇത്രയേ ഉള്ളൂ കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഒരു വർഷത്തിൽ എന്ത് ചെയ്തു, കമ്പനിക്ക് പ്രോഫിറ്റ് ഒന്നും ഉണ്ടായില്ല. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ലാഭം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നില്ല, കമ്പനിക്ക് കഴിഞ്ഞില്ല, അരിയറായി, കുടിശ്ശിക വന്നു. അപ്പോൾ എന്ത് ചെയ്തു, കമ്പനിക്ക് അടുത്ത വർഷം എന്ത് ചെയ്യും, കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള ആ ഒരു സ്വാഭാവികമായിട്ട് കൊടുത്തിട്ടില്ലല്ലോ, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിൻ്റെ ആ ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്തിട്ടില്ല, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ല, റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ത് ചെയ്തിട്ടില്ല, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും, അടുത്ത വർഷം ആ ഒരു എമൗണ്ടും കൂട്ടിയിട്ട് എന്ത് ചെയ്യും, ഇവർക്ക് കൊടുക്കും. അതാണ് കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. കുമുലേറ്റീവ് വരെ എന്ന് പറയുന്നില്ലേ, കൂട്ടിയിട്ട് വരിക എന്ന് പറയുന്നത്, അതാണ് കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 6 മാസത്തിലേക്കാണ് സാധാരണ ഡിവിഡൻഡ് ഉണ്ടാവുക. അപ്പോൾ 6 മാസത്തിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ 50,000 രൂപ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു വർഷം 6 മാസത്തിൽ എന്ത് ചെയ്തില്ല, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ എക്സാമ്പിൾ എടുക്കുക, ഒരു വർഷത്തിൽ എന്ത് ചെയ്തില്ല, 50,000 രൂപ നൽകാൻ കഴിഞ്ഞില്ല, കമ്പനിക്ക് നഷ്ടം വന്നു, നൽകാൻ കഴിഞ്ഞില്ല. പിറ്റത്തെ വർഷത്തിൽ എന്ത് ചെയ്തു, കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും 50,000 സ്വാഭാവികമായിട്ട് അവർക്ക് നൽകണം. അതിനോടൊപ്പം തന്നെ ആ കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായിട്ടുള്ള നഷ്ടം 50,000 ഉണ്ടല്ലോ, അതും കൂടി എന്ത് ചെയ്യും, കൂട്ടിയിട്ട് 1,00,000 എന്ത് ചെയ്യും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. അത്തരം പ്രിഫറൻസ് ഷെയർസാണ് കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, നോൺ കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അതായത് ഹിയർ അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് ഡു നോട്ട് അക്കുമുലേറ്റ്. എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും അരിയേഴ്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ അക്കുമുലേറ്റ് ചെയ്ത് വരുന്നില്ല. ദിസ് മീൻസ് ദാറ്റ് ഇഫ് എനി ഇയർ കമ്പനി കനോട്ട് പേ ദ ഡിവിഡൻഡ് ഇൻ ഫുൾ ഡ്യൂ ടു ഇന്നാഡിക്വസി ഓഫ് പ്രോഫിറ്റ്. അതായത് ഏതെങ്കിലും ഇയറിൽ കമ്പനിക്ക് ഡിവിഡൻഡ് നൽകാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ലാഭമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇല്ലാത്തത് കൊണ്ട് കമ്പനിക്ക് ഡിവിഡൻഡ് നൽകാൻ കഴിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ദീസ് ഷെയർസ് ഡു നോട്ട് ഗെറ്റ് അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ഓഫ് സബ്സീക്വൻറ്റ് ഇയേഴ്സ്. അവർക്ക് അടുത്ത വർഷത്തിൽ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു വർഷത്തിൽ സംഭവിച്ചിട്ടുള്ള അരിയേഴ്സ് അവർക്ക് ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ടാവില്ല, ലാഭമില്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കില്ലല്ലോ. അപ്പോൾ ആ ഡിവിഡൻഡ് കൊടുക്കാത്തത് എന്ത് ചെയ്യില്ല, അടുത്ത വർഷം അവർക്ക് കൂട്ടിയിട്ട് നൽകില്ല. അത്തരം ഷെയർസാണ് പ്രിഫറൻസ് ഷെയർസാണ് നോൺ കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഇതിലും പറയാം എന്താണ്, ഒരു വർഷം അവർക്ക് 50,000 ആ ഒരു പ്രിഫറൻസ് ഷെയർ കിട്ടിയില്ല. അപ്പോൾ അടുത്ത വർഷം അടിക്കുന്ന അവർക്ക് 1,00,000 കിട്ടണം. 50,000 ആ വർഷത്തതും ഈ വർഷം അരിയറായിട്ടുള്ള 50,000 കിട്ടണം. പക്ഷേ അവർക്ക് എന്ത് ചെയ്യില്ല, 50,000 കിട്ടുള്ളൂ, 1,00,000 എന്ത് ചെയ്യില്ല, കിട്ടില്ല. അത്തരം പ്രിഫറൻസ് ഷെയർസാണ് നോൺ കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഇനി വരുന്ന നെക്സ്റ്റ് ടൈപ്പാണ് ഒരു പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. ഇവിടെ ഇൻ അഡീഷൻ ടു എ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് these shares have right to participate in the surplus profit left after paying a reasonable rate of dividend on equity shares. പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പോൾ
കമ്പനിയുടെ സർപ്ലസ് പ്രോഫിറ്റിൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നിശ്ചിത എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് അവരുടെ ഓൾറെഡി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഉണ്ടാവും, അതിനപ്പുറത്തോട്ട് കൂടി ഒരു സർപ്ലസ് പ്രോഫിറ്റിൽ കമ്പനിയുടെ സർപ്ലസ് പ്രോഫിറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉള്ള റേറ്റ് ഉണ്ട് എങ്കിൽ അത്തരം ഷെയർ ഹോൾഡേഴ്സിന് നമുക്ക് എന്ത് വിളിക്കാം, പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയാം. അപ്പോൾ അവർക്ക് അതിൽ നിന്നൊരു റീസണബിൾ റേറ്റ് ഓഫ് പ്രോഫിറ്റ് എന്ത് ചെയ്യും, അവർക്ക് കിട്ടും. അങ്ങനെ റീസണബിൾ റേറ്റ് ഓഫ് പ്രോഫിറ്റ് കിട്ടുന്ന ഷെയർ ഹോൾഡേഴ്സിന് നമുക്ക് എന്ത് വിളിക്കാം, പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് വിളിക്കാം. ഇനിയുള്ളത് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. ഇവിടെ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പോൾ ദീസ് ഷെയർസ് ഗെറ്റ് ഓൺലി എ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ഇവിടെ എന്താണ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് പറയുന്നത്, അവർക്ക് ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് മാത്രമേ കിട്ടുള്ളൂ. അവർക്ക് ഒരിക്കലും കമ്പനിയുടെ സർപ്ലസ് പ്രോഫിറ്റിലൊന്നും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, റേറ്റ് ഓഫ് ഡിവിഡൻഡ് അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടാനുള്ള റേറ്റ് ഒന്നും ഇല്ല. ദീസ് ഡു നോട്ട് ഗെറ്റ് ഷെയർസ് ഇൻ സർപ്ലസ് പ്രോഫിറ്റ്. അവർക്ക് സർപ്ലസ് പ്രോഫിറ്റിലൊന്നും എന്ത് ചെയ്യുന്നില്ല, ഷെയർസ് ഒന്നും കിട്ടില്ല. അപ്പോൾ അത്തരം പ്രിഫറൻസ് ഷെയർസ് ആകുന്നു നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ദീസ് ആർ ദോസ് പ്രിഫറൻസ് ഷെയർസ് വിച്ച് ക്യാൻ ബി റെഡീംഡ് സബ്ജക്റ്റ് ടു ഫുൾഫിൽമെൻറ്റ്. ഫുൾഫിൽമെൻറ്റിൻ്റെ സ്പെല്ലിങ് ഇതിലൂടെ മിസ്റ്റേക്ക് ഉണ്ട്. FULFILMENT എന്നാണ്, ENT ആണ്, 2 L ഇല്ല. FULFILMENT എന്നുള്ളതാണ് കേട്ടോ. ഓഫ് സർട്ടൻ കണ്ടീഷൻ ലൈ ഡൗൺ ഇൻ സെക്ഷൻ 55 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. അപ്പോൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് നമുക്കിനി തേർഡ് സെമ്മിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്നുള്ളത്, അതായത് റീപേയ്മെൻറ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ ആണെന്ന് പറയുന്നത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പം റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പോൾ ദീസ് ആർ ദോസ് പ്രിഫറൻസ് ഷെയർസ് വിച്ച് ക്യാൻ ബി റെഡീംഡ് സബ്ജക്റ്റ് ടു ഫുൾഫിൽമെൻറ്റ് ഓഫ് സർട്ടൻ കണ്ടീഷൻസ് ലൈ ഡൗൺ ഇൻ സെക്ഷൻ 55 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 55 പ്രകാരം ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിഡീം ചെയ്യാൻ കഴിയുന്ന ഷെയർസ് ആകുന്നു റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. റിഡീം ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുക, കമ്പനി തിരിച്ചു കൊടുക്കുക, അവരുടെ ക്യാപിറ്റൽ എന്ത് ചെയ്യുക, ഷെയർസ് എന്ത് ചെയ്യുക, തിരിച്ചു കൊടുക്കുക. അതാണ് റീപേയ്മെൻറ്റ് അല്ലെങ്കിൽ റിഡംഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരം ഷെയർസ് ആകുന്നു റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് അങ്ങ് നോക്കി ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻ ഇന്ത്യ കമ്പനീസ് കാൻ ഇഷ്യൂ ഓൺലി റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് പറഞ്ഞൊരു ഷെയർസ് ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പോൾ ഇല്ല. അപ്പം കമ്പനിയിൽ ഇന്ത്യയിൽ എന്താണ്, കമ്പനീസിന് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് മാത്രമേ ഇഷ്യൂ ചെയ്യാനുള്ള റേറ്റ് ഉള്ളൂ. കമ്പനീസ് ആക്ട് 2013 പ്രകാരം എന്നാണ് അതൊക്കെ. ഇനിയുള്ളത് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പോൾ ദീസ് ഷെയർസ് ആർ ഗിവൺ ദ റൈറ്റ് ഓഫ് കൺവേർഷൻ ഇൻടു ഇക്വിറ്റി ഷെയർസ്. എന്താണ് ആ വേർഡ് തന്നെ, കൺവേർട്ട് ചെയ്യാൻ കഴിയും. അതായത് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പോൾ പ്രിഫറൻസ് ഷെയർസിനെ ഇക്വിറ്റി ഷെയർസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന ഷെയർസ് ആണെങ്കിൽ അതിനെ നമുക്ക് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയാം. ഇനി അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. ദീസ് ആർ ഷെയർസ് വിച്ച് ഡു നോട്ട് ക്യാരി ദ റേറ്റ് ഓഫ് കൺവേർഷൻ ഇൻടു ഇക്വിറ്റി ഷെയർസ്. എന്ത് ചെയ്യാൻ കഴിയില്ല, ഇത്തരം പ്രിഫറൻസ് ഷെയർസിനെ ഒരിക്കലും ഇക്വിറ്റി ഷെയർസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. അത്തരം ഷെയർസ് ആകുന്നു നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ദീസ് ആർ ഷെയർസ് വിച്ച് ഡു നോട്ട് ക്യാരി ദ റൈറ്റ് ഓഫ് കൺവേർഷൻ ഇൻ ടു ഇക്വിറ്റി ഷെയർസ്. ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഇക്വിറ്റി ഷെയർസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. അത്തരം ഷെയർസ് ആകുന്നു നോൺ കൺവേർട്ടബിൾ. കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ കൺവേർട്ടബിൾ, കൺവേർട്ട് ചെയ്യാൻ കഴിയാത്തതാണെങ്കിൽ ഇക്വിറ്റി ഷെയർസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയാത്ത പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ അതിനെ നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയും. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, കുമുലേറ്റീവ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. അതായത് ദീസ് ഷെയർസ് ആർ കൺവേർട്ടബിൾ ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ബിറ്റ്വീൻ 3 to 5 years. അതായത് ഓരോ 3 to 5 വർഷത്തിന് ഇടയിൽ എന്ത് ചെയ്യും, ഇക്വിറ്റി ഷെയർസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന പ്രിഫറൻസ് ഷെയർസിനെ ആകുന്നു കുമുലേറ്റീവ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാകുന്നു ഷെയർസിൽ വരുന്ന ഫസ്റ്റ് ടൈപ്പായിട്ടുള്ള പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാകുന്നു ഇക്വിറ്റി ഷെയർസ്. ഇവിടെ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുമ്പോൾ ഈ ഒരു കേസിൽ ഇക്വിറ്റി ഷെയർസ് ആർ ദോസ് വിച്ച് ആർ നോട്ട് പ്രിഫറൻസ് ഷെയർസ്. എന്തല്ല, പ്രിഫറൻസ് ഷെയർസ് അല്ലാത്ത ഷെയർസുകളാകുന്നു ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. അവർക്ക് പ്രിഫറൻഷ്യൽ റേറ്റ് ഉണ്ടാവില്ല. ഇക്വിറ്റി ഷെയർസ് ഡു നോട്ട് ക്യാരി എനി പ്രിഫറൻഷ്യൽ റേറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഡിവിഡൻഡ് ഓർ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. എന്താണ്, പ്രിഫറൻസ് ഷെയർസ് ഹോൾഡേഴ്സിനെ പോലെ അവർക്ക് പ്രിഫറൻഷ്യൽ റേറ്റ് ഉണ്ടാവില്ല. അതായത് ഡിവിഡൻഡ് കിട്ടുന്നതിലും അതുപോലെ തന്നെ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ തിരിച്ചടക്കുന്നതിലൊന്നും ഇവർക്ക് എന്തുണ്ടാവില്ല,
ഇക്വിറ്റി ഷെയർസിനും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ആ ഒരു റേറ്റ് ഉണ്ടാവില്ല. അതാണ് പറഞ്ഞത് ഇക്വിറ്റി ഷെയർസ് ഡു നോട്ട് ക്യാരി എനി പ്രിഫറൻഷ്യൽ റേറ്റ്. എന്ത് ചെയ്യുന്നില്ല, അത്തരം ഒരു പ്രിഫറൻഷ്യൽ റേറ്റ് ആർക്കില്ല, ഇക്വിറ്റി ഷെയർസിന് ഇല്ല. അവർ ഓണേഴ്സാണ്. അതാണ് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ദാറ്റ് ഈസ് വൈ ദീസ് വർ ഫോർമലി നോൺ ആസ് ഓർഡിനറി ഷെയർസ്. അതുകൊണ്ട് തന്നെ ഇവരെന്താ വിളിക്കാം, നമുക്ക് ഓർഡിനറി ഷെയർസ് ആയിട്ട് എന്ത് ചെയ്യാം, പറയാം. ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ ഇക്വിറ്റി ഷെയർസ് ഓൺലി ആഫ്റ്റർ പേയിങ് എ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ്. ഈ ഒരു കേസിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് കൊടുക്കുക എങ്ങനെയാണ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഡിവിഡൻഡ് അവർക്ക് കിട്ടുക. ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസ് ഈസ് നോട്ട് ഫിക്സ്ഡ്. എന്താണ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്നുള്ളത് ഇക്വിറ്റി ഷെയർസിൻ്റെ കേസിൽ എന്തല്ല, ഫിക്സ്ഡ് അല്ല. പക്ഷേ ഇപ്പോൾ പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ അവർക്ക് കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു 5% അല്ലെങ്കിൽ ഒരു 10% അത് എന്താണ് ഫിക്സഡ് ആയിട്ട് അവിടെ ഉണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെ ഫിക്സഡ് അല്ല. എത്രയാണ് പ്രോഫിറ്റ്, നല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് എന്തുണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഡിവിഡൻഡ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ ഡിവിഡൻഡ് വാരീസ് അക്കോർഡിംഗ് ടു ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ദ കമ്പനി ഏൺസ്. അതായത് കമ്പനി ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിനനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ എമൗണ്ട് ഓഫ് ഡിവിഡൻഡിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും ഇക്വിറ്റി ഷെയർസിൻ്റെ കേസിൽ. അതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി നമുക്ക് നോക്കാനുള്ളതാകുന്നു ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. ഇക്വിറ്റി ഷെയർസും അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ ഓണർഷിപ്പ് സെക്യൂരിറ്റി ആണ് ഇതെന്ന് പറയുന്നത്. ഒരു ഓണർഷിപ്പ് സെക്യൂരിറ്റി ആണ് ഇക്വിറ്റി ഷെയർസ് എന്നുള്ളത്. പക്ഷേ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹൈബ്രിഡ് സെക്യൂരിറ്റി. അതായത് ഇവിടെ എന്താണ്, ഡെപ്റ്റ് ആയിട്ടും ഇക്വിറ്റി ആയിട്ടും എന്ത് വരുന്നുണ്ട്, പ്രിഫറൻസ് ഷെയർസ് വരുന്നുണ്ട്. അതായത് ഹൈബ്രിഡ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഡെപ്റ്റ് ആയിട്ട് ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് കിട്ടുന്നവരാണ് ആര്, പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഒരു ഇക്വിറ്റി ആയിട്ട് എന്ത് ചെയ്യാം, അതിൽ നിൽക്കാം. കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് എമൗണ്ട് കിട്ടാനുള്ള റേറ്റും ഉണ്ട്. സർപ്ലസ് പ്രോഫിറ്റിൽ ഭാഗമാകാനുള്ള റേറ്റും ആർക്കുണ്ട്, ഈ ഒരു പാർട്ടിസിപ്പേറ്റ് പ്രിഫറൻസ് ഷെയർസിനൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഹൈബ്രിഡ് സെക്യൂരിറ്റി എന്ന് പറയാൻ കാരണം. ബോത്ത് അതായത് ഇവിടെ ഇക്വിറ്റിൻ്റെയും ഡെപ്റ്റിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ആർക്കുണ്ട്, പ്രിഫറൻസ് ഷെയർസിനുണ്ട്. അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർസിൻ്റെ മറ്റൊരു ഡിഫറൻസ് നോക്കാം നമുക്ക്. ഇക്വിറ്റി ഷെയർസിൽ ഡിവിഡൻഡ് ഈസ് നോട്ട് ഫിക്സഡ്. ഡിവിഡൻഡ് എന്തല്ല, ഫിക്സഡ് അല്ല, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഡിവിഡൻഡ് റേറ്റ് ഈസ് ഫിക്സഡ്. ഇവിടെ ഡിവിഡൻഡ് റേറ്റ് എന്താണ്, ഫിക്സഡ് ആയിരിക്കും. 10% ആണെങ്കിൽ 10% മാത്രമായിരിക്കും ആർക്ക് ഉണ്ടാവുക, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാവുക. അത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇക്വിറ്റി ഷെയർസിൻ്റെ കേസിൽ അങ്ങനെയല്ല. നമ്മൾ പറഞ്ഞ എന്താണ്, പ്രോഫിറ്റ് എത്രയാണോ അതിൻ്റെ ബേസിൽ അവർക്ക് എമൗണ്ട് മാറിക്കൊണ്ടിരിക്കാം. ചിലപ്പോൾ അവർക്ക് ലാഭം തന്നെ ഉണ്ടായിരിക്കണമെന്നില്ല, ചിലപ്പോൾ എന്ത് വരും, ഹ്യൂജ് പ്രോഫിറ്റും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ലാസ്റ്റ്. അതായത് എന്താണ്, ഈ ഒരു കേസിൽ സാധാരണയായിട്ട് ഡിവിഡൻഡ് നൽകുന്നത് എങ്ങനെയാണ്, ലാസ്റ്റിലാണ് ഡിവിഡൻഡ് നൽകുന്നത്. ഇവിടെ ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ബിഫോർ പേയിങ് ഇക്വിറ്റി ഡിവിഡൻഡ്. പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസാണെങ്കിൽ എന്താണ്, ഇക്വിറ്റി ഡിവിഡൻഡ് നൽകുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിഫറൻസ് ഷെയർസ് നൽകുന്നുണ്ട്. അപ്പോൾ ഇക്വിറ്റി ഷെയർസിൻ്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്, ഡിവിഡൻഡ് ലാസ്റ്റാണ് നൽകുക. എല്ലാ ഡിബഞ്ചർ ഹോൾഡേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനൊക്കെ അവരുടെ പ്രോഫിറ്റൊക്കെ വീതം വെച്ചതിന് ശേഷം ബാക്കി ഉണ്ടെങ്കിൽ എത്രയാണോ അതാണ് എന്ത് ചെയ്യുന്നത്, നൽകുന്നത്. പക്ഷേ ബാക്കി എന്തായാലും ഉണ്ടാവും, ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാവും. അതാണ് ആർക്ക് കിട്ടുന്നത്, ഈ ഒരു ഇക്വിറ്റി ഷെയർസിന് കിട്ടുന്നത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഈസ് റീപെയ്ഡ് ഓൺലി ഇൻ ദ ഈവൻറ്റ് ഓഫ് ദി വൈൻഡിങ് അപ്പ്. അതായത് വൈൻഡിങ് അപ്പിൻ്റെ ആ ഒരു സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, ക്യാപിറ്റൽ ഈസ് റീപെയ്ഡ് ഓൺലി ആഫ്റ്റർ എ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് കാനോട്ട് എക്സീഡ് 20 years. ഒരു 20 വർഷത്തിൻ്റെ കൂടാൻ പാടില്ല. അപ്പോൾ ആ ഒരു സ്റ്റിപ്പുലേറ്റഡ് പീരീഡിന് ശേഷം എന്ത് ചെയ്യും, ഇവിടെ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കും. അതാണ് ഇവിടെ പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസിൽ പറയുന്നത്. അതാണ് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 55 പറയുന്നത്. ആ കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് സെമ്മിൽ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ദീസ് ഷെയർസ് ഹാവ് വോട്ടിംഗ് റേറ്റ്. എന്താണ്, ഇക്വിറ്റി ഷെയർസിന് എന്തുണ്ട്, വോട്ടിംഗ് റേറ്റ് ഉണ്ട്. ഇവിടെ പ്രിഫറൻസ് ഷെയർസിന് എന്തില്ല, വോട്ടിംഗ് റേറ്റ് ഇല്ല. അതുപോലെ തന്നെ നോമിനൽ വാല്യൂ എന്നുള്ളത് സാധാരണയായിട്ട് എന്തായിരിക്കും, ലോവർ ആയിരിക്കും. അതായത് 10,000 രൂപയുടെ 10,000 ഷെയർസ് 10 രൂപ, അല്ലെങ്കിൽ 20,000 ഷെയർസ് 10 രൂപ, 2,000 ഷെയർസ് 10 രൂപ അല്ലെങ്കിൽ 5 രൂപ. അങ്ങനെ ലോവർ ഫേസ് വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ നോമിനൽ വാല്യൂ ആയിരിക്കും ആർക്ക് ഉണ്ടാവുക, ഇക്വിറ്റി ഷെയർസിന് ഉണ്ടാവുക. പക്ഷേ പ്രിഫറൻസ് ഷെയർസിന് ഉണ്ടാവുക 10,000 ഷെയർസ് 100 രൂപ, അല്ലെങ്കിൽ 5,000 ഷെയർസ് 100 രൂപ. അങ്ങനെ ഹയർ ഫേസ് വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ നോമിനൽ വാല്യൂ ആയിരിക്കും പ്രിഫറൻസ് ഷെയർസിന് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ എക്സ്പെൻസ് ഓൺ ഇഷ്യൂ ആർ ലോവർ. ഇക്വിറ്റി ഷെയർസിന് ഇഷ്യൂ ചെയ്യുന്നതിന് നമുക്ക് എക്സ്പെൻസ് കുറവാണ്. ഇവിടെ എക്സ്പെൻസ് ഓൺ ഇഷ്യൂ ആർ ഹയർ. പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസിൽ ഇഷ്യൂ ചെയ്യുന്നതിനുള്ള എക്സ്പെൻസ് എന്താണ്, ഹയർ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയാകുന്നു ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ നമുക്ക് ഇതിൽ കുറച്ച് അതർ ടൈപ്സ് ആയിട്ടുള്ള സെറ്റ് ഇക്വിറ്റി ഷെയർസും അതുപോലെ തന്നെ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം, ഓപ്ഷൻ പ്ലാൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാക്കി വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസ് ചോദിക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ
റിസർവ് ക്യാപിറ്റലും ക്യാപിറ്റൽ റിസർവും. ക്യാപിറ്റൽ റിസർവ് ഞാൻ പറഞ്ഞതാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്, ക്യാപിറ്റൽ റിസർവ് ക്യാപിറ്റൽ പ്രോഫിറ്റ്, റിസർവ് ക്യാപിറ്റൽ അൺകോട്ടഡ് ക്യാപിറ്റൽ, അങ്ങനെ മനസ്സിലാക്കി വെക്കാം. ക്യാപിറ്റൽ റിസർവ് ക്യാപിറ്റൽ പ്രോഫിറ്റുമായി ബന്ധപ്പെട്ടത്, റിസർവ് ക്യാപിറ്റൽ അൺകോട്ടഡ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടത് എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.